കണ്ണൂർ കല്യാട്ടെ കവർച്ചയിൽ കർണാടക ഹാസൻ സ്വദേശിയായ പൂജാരി മഞ്ജുനാഥ് അറസ്റ്റിലായി. ഓഗസ്റ്റ് 22 ആയിരുന്നു കല്യാട്ടുള്ള ഭർത്താവിൻ്റെ വീട്ടിൽ നിന്ന് 30 പവൻ സ്വർണവും 4 ലക്ഷം രൂപയും ദർശിത മോഷ്ടിച്ചത്. ദർശിതയെ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തുകയായിരുന്നു. കൊലക്കേസിൽ ദർശിതയുടെ ആൺ സുഹൃത്ത് പിടിയിലായി. കൊല്ലപ്പെട്ട ദർശിത കവർച്ച ചെയ്ത പണം മഞ്ജുനാഥിന് കൈമാറിയെന്നാണ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത്. അരുൺ പൂപ്പറമ്പ ഈ കൊലപാതകത്തിന്റെ വിശദാംശങ്ങളുമായി കണ്ണൂരിൽ നിന്നും തത്സമയം. വെൽക്കം ബാക്ക് ടു മോർണിംഗ് ഷോ. അരുൺ, പറയൂ. SKN ഗുഡ് മോർണിംഗ്. ഓഗസ്റ്റ് 22 ഇരിക്കൂർ കല്യാട് എന്ന സ്ഥലത്തെ ഭർത്താവിൻ്റെ വീട്ടിൽ നിന്നും ദർശിത ഈ 30 പവൻ സ്വർണവും 4 ലക്ഷം രൂപയും കവർന്നത്. ദർശിത കർണാടക ഹുൻസൂർ സ്വദേശിയാണ്. അതിന് ഈ കവർച്ചയ്ക്ക് ശേഷം ദർശിത സ്വദേശമായിട്ടുള്ള ഹുൻസൂരിലേക്കാണ് പോയത്. പിറ്റേ ദിവസം, അതായത് ഓഗസ്റ്റ് 23 ദർശിതയെ അവിടെ കർണാടക സാലി ഗ്രാമത്തിലുള്ള ഒരു ലോഡ്ജിൽ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തുകയായിരുന്നു. അതിൽ ആൺ സുഹൃത്തായിട്ടുള്ള ഒരു യുവാവിനെ കർണാടക പോലീസ് നേരത്തെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തിരുന്നു. ഈ മോഷണവുമായി ബന്ധപ്പെട്ട് നിരവധി ദുരൂഹതകൾ നിലനിന്നിരുന്നു. ഇതിൻ്റെ അന്വേഷണത്തിനായി ഇരിട്ടി ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ പ്രത്യേക സംഘം രൂപീകരിക്കുകയും അവർ കർണാടകയിലെത്തി അന്വേഷണം നടത്തുകയും ചെയ്തു. അതേ തുടർന്നാണ് ഇപ്പോൾ അതിലൊരു പ്രധാനപ്പെട്ട ഒരു ലീഡ് ഉണ്ടായിരിക്കുകയാണ്. ഈ കേസിൽ ഒരു പൂജാരിയെ, ഹാസൻ സ്വദേശിയായിട്ടുള്ള മഞ്ജുനാഥ് എന്നൊരു പൂജാരിയെ ഇപ്പോൾ പോലീസ് അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തിരിക്കുകയാണ്. പോലീസ് ഇതിൽ കേസുമായി ബന്ധപ്പെട്ട് പറയുന്നത് ഇങ്ങനെയാണ്: ഈ കവർച്ച നടത്തിയ പണം, അതായത് ഭർത്താവിൻ്റെ വീട്ടിൽ നിന്നും കവർച്ച നടത്തിയ പണവും സ്വർണവുമായി ഈ ദർശിത കർണാടകയിലേക്ക് പോകുന്നു. അതിനുശേഷം അവിടെ ഒരു സ്ഥലത്ത് വെച്ച് ഈ പണം അടങ്ങിയ പൊതി ഈ പൂജാരിക്ക് കൈമാറുന്ന CCTV ദൃശ്യം പോലീസ് ശേഖരിച്ചിട്ടുണ്ട്. അതിനുശേഷമാണ് ഈ ആൺ സുഹൃത്തിൻ്റെ അടുത്തേക്ക് ഈ ദർശിത പോയത്. ഈ പണവുമായി ബന്ധപ്പെട്ട ചില തർക്കത്തെ തുടർന്നാണ് ദർശിതയെ കൊലപ്പെടുത്തിയത് എന്നതാണ് എന്തായാലും പോലീസിൻ്റെ നിഗമനം. ഇപ്പോൾ ഈ പൂജാരി അറസ്റ്റ് ചെയ്ത് പ്രാഥമികമായിട്ടുള്ള ചോദ്യം ചെയ്യൽ പൂർത്തിയാക്കിയിട്ടുണ്ട്. പക്ഷേ അയാൾ പറയുന്നത് 2 ലക്ഷം രൂപ മാത്രമാണ് ദർശിത തനിക്ക് നൽകിയിട്ടുള്ളത്. അത് ദർശിതയുടെ വീട്ടിലെ പ്രേതശല്യം ഒഴിവാക്കുന്നതിന് വേണ്ടി അങ്ങനെ ഒരു പണമായി നൽകിയതാണ് എന്നതാണ് ഈ പൂജാരി പറഞ്ഞിട്ടുള്ളത്. പോലീസ് പൂർണ്ണമായും വിശ്വാസത്തിലെടുത്തിട്ടില്ല. ഈ സ്വർണം ഉൾപ്പെടെ ഇയാൾക്ക് നൽകിയിട്ടുണ്ടോ എന്ന കാര്യം പോലീസ് അന്വേഷിക്കുന്നുണ്ട്. അതിനായി ഇയാളെ വിശദമായി ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നാണ് പോലീസ് പറയുന്നത്. എന്തായാലും ഇയാൾക്ക് പണം അടങ്ങിയിട്ടുള്ള ഒരു പൊതി കൈമാറുന്ന CCTV ദൃശ്യം എന്തായാലും പോലീസ് ശേഖരിച്ചിട്ടുണ്ട്. ഇയാളുടെ കയ്യിൽ നിന്ന് ഇപ്പോൾ സ്വർണം കണ്ടെത്തിയിട്ടില്ല. 2 ലക്ഷം രൂപ മാത്രമാണ് ഇയാളിൽ നിന്ന് കണ്ടെത്തിയിട്ടുള്ളത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അവശേഷിക്കുന്ന പണം ദർശിത എവിടെയാണ് എത്തിച്ചിട്ടുള്ളത് എന്നുൾപ്പെടെയുള്ള കാര്യത്തിൽ ഇനി വ്യക്തത വരേണ്ടതുണ്ട്. എന്തായാലും ഈ പണം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഒരു തർക്കമുണ്ടായി. ഈ തർക്കത്തെ തുടർന്നാണ് ആൺ സുഹൃത്ത് ദർശിതയെ കൊലപ്പെടുത്തുകയും ചെയ്തത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.